ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് ഏട്ടൻ വന്നിട്ടൊന്ന് ആലപ്പുഴ വരെ പോകാം എന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചങ്കുട്ടി പറഞ്ഞു ചങ്കുട്ടിക്ക് ബീച്ചിൽ പോകണം എന്ന്. ഞാൻ എന്നാൽ പോകുന്നതിന് മുന്നേ ഏട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിപ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പോക്കല്ല. കാരണം നമ്മൾ ആദ്യം പോകുന്നത് ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു. ഇവിടെ ഓമനാമ്മ അഡ്മിറ്റഡ് ആണ്. ഇത് ആശുപത്രിയാണ് ഗൈസ്. വീടിൻ്റെ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഏട്ടനകത്തിരുന്ന് ആടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചേട്ടൻ ഇറങ്ങി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അയ്യോ ചേട്ടനല്ല ഗൈസ്, നമ്മുടെ അപ്പൂസല്ലയോ. ഗൈസ് എൻ്റെ അനിയനാണ് ഗൈസ് ഇറങ്ങി വന്നത്. അപ്പോൾ അവൻ വന്ന് കണ്ടിയുണ്ട്. അതിനകത്തൂടെ കയറി അത് ഇവിടെ എത്തും. അപ്പം എന്തേ ഓമനാമ്മ ഇവിടെ ഒരു മാസത്തേക്ക് തിരുമിപ്പിക്കാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് സർക്കാരിൻ്റെ തന്നെയാണ്, നമ്മുടെ ചെമ്പക്കുളത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഓമനാമ്മ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ അമ്മ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയും നമുക്ക് കോട്ടയത്തേക്ക് വിളിക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആലപ്പുഴ വരെ വന്നു. അപ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ പോവാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അവിടെ കിടന്ന് കുറേ കറങ്ങി ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ എന്താ അവിടെ ഒരു ഷീറ്റ് കണ്ടോ ഗൈസ് അങ്ങ് ദൂരെ, അതാണ് നമ്മളുടെ അമ്മ വീട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ ഇങ്ങോട്ടാണ് പാസ് ചെയ്തത്. അതായത് കിഴക്കുന്ന് പടിഞ്ഞാട്ടോട്ടാണ് കേട്ടോ വണ്ടി വരുന്നത്. അപ്പം നമ്മളിത് ബീച്ച് സൈഡിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഈ ചങ്കുട്ടിയുടെ ഡെലിവറി ഹോസ്പിറ്റൽ, നമ്മുടേത് റൂം, അതൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഈ വഴി വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ. ചങ്കുട്ടി ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഈ പരിസരത്തോട്ട് അങ്ങനെ ഒത്തിരി ആയിട്ട് വരേണ്ട വന്നിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയായിരുന്നു അവിടെയാണ് ഞങ്ങൾ കിടന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൈൻമരങ്ങളും ബീച്ചൊക്കെ കാണുമ്പോൾ നൊസ്റ്റയാണ് ഗൈസ്. കാരണം ഞാനും ഏട്ടനും 7 വർഷം ഓടി നടന്ന് പ്രേമിച്ചാണ്. പക്ഷേ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 5 വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സെപ്റ്റംബർ ആകുമ്പോൾ 5 വർഷമാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആകെ ഇവിടെ വന്നിട്ടുള്ള ഒരേ ഒരു പ്രാവശ്യമാണ് ചങ്കുട്ടിക്ക് 6 മന്തോ മറ്റോ ഉള്ള ടൈമിൽ വന്നിട്ടുള്ളത്, ഒരേ ഒരു പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പണ്ട് വരാറുണ്ടായിരുന്ന ഭാഗവും ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്ന സ്പോട്ടുകളൊക്കെ മാറിയും കയറിയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് കടകൾ, ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ്. മറ്റേതൊക്കെ 1-2 കടകളുണ്ടെങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിറച്ച് കണ്ട മുക്കിന് കടകളെന്ന് പറയില്ലേ, അതുപോലെ നേരത്തെ കടൽ വരെ കടലാണ്. കടയാണ് ഗൈസ്. അപ്പോൾ നീ അവിടെ ആയിട്ട് ഞാൻ സൂം ചെയ്ത് കണ്ടു. അപ്പോൾ ഒരു കാട് പോലെ കുഞ്ഞി കുറ്റി കട. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു കെട്ടിടം ഇങ്ങനെ ഇട്ടിഞ്ഞു പൊളിയ സംഭവമുണ്ട്. അവിടെയായിരുന്നു ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ എപ്പോഴുള്ള സ്പോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ വേണം ആഡ് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ പണ്ടത്തെ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു. പിന്നെ വെയിലാണ്ട് കണ്ണിങ്ങനെ പുളിച്ച് വരുന്നുണ്ടായിരുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ചെന്നത്. ഒത്തിരി അങ്ങ് സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കളിക്കണമല്ലോ എന്നോർത്താണ് വന്നത്. പിന്നെ ചങ്കുട്ടി തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന നടപ്പം നിങ്ങൾ നോക്കണ്ട. വീട്ടിൽ നിന്ന് 3-4 ഡ്രസ്സൊക്കെ എടുത്ത് എൻ്റെ ബാഗിൽ വെച്ചു. അമ്മ ഇതെടുത്ത് വെച്ചു. എന്തിനാടാ? അതെ, കടലിൽ ചിലപ്പോൾ നമ്മൾ നനയുമല്ലോ. അവനെല്ലാം കൂടെ എന്താ വെച്ചാൽ ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് ചങ്കുട്ടി വന്നത്. അവൻ്റെ ഉടുപ്പ് നനഞ്ഞ മാറാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ അവനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എല്ലാം ജോഡികളായിട്ട് കറക്റ്റ്. ഇപ്പം അങ്ങനെയാണ്. ഡ്രസ്സുകൾ അവന് ഇഷ്ടമുള്ള ഇടാൻ പാടുള്ളൂ. മുടിയൊക്കെ അവന് ഇഷ്ടമുള്ള രീതിയിൽ ചീകാൻ പാടുള്ളൂ. പിന്നെ മോന്തയ്ക്ക് ഒന്നും പണിയാത്തൊരു കുഞ്ഞായതുകൊണ്ട് പിന്നെ വിഷയമില്ല. പൗഡർ ചെറു നേരത്തിടും അവന്. പക്ഷേ തലയിലാവും പൗഡർ ഇടും. കാരണം അവന് സ്പൈക്ക് അടിക്കാൻ പൗഡർ ഇട്ടാൽ പെട്ടെന്ന് സ്പൈക്ക് ആവുന്നതാണ് അവൻ്റെ ഒരിത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദേ ബീച്ചിലൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ചങ്കുട്ടിക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് കിരികിരാന്നങ്ങ് വരുന്നു. അവന് ഓടണം ചാടണം. അപ്പോൾ കൈ പിടിച്ച് വെച്ചേക്കാണ്. കാരണം അവനൊരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വെപ്രാളാണ്. പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാനും പുറകെ നിൽപ്പുണ്ട്. കാരണം ഓടിയാൽ പിടിക്കണമല്ലോ. അതിന് ഞങ്ങളുടെ അടുത്ത് നിന്നു. പിന്നെ അമ്മയും കുഞ്ഞിപ്പാറും കുടയും പിടിച്ചത് അവിടെ നിന്ന് കാണുന്നുണ്ട്. ആളും ബഹളമൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. കാരണം സൺസെറ്റ് ആവാറാവുന്നല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് ഓടി ചാടി. പിന്നെ കുറച്ച് റീൽസിനുള്ള വീഡിയോ ഒക്കെ എടുത്തതൊക്കെ റീൽസിനുള്ളതാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ സ്നേഹപ്രകടനം, ഞങ്ങളുടെ റൊമാൻസ് ഒക്കെയാണ് കേട്ടോ പോകുന്നത്. അത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് കാണേണ്ടി വരുന്നത് കേട്ടോ. അപ്പം റീൽസ് കാണാത്തവർ റീൽസ് ഇപ്പോൾ കാണുക കേട്ടോ. ആരതി വിശാഖ, അല്ലെങ്കിൽ ആരതി ആദിശങ്കരൻ, ഫേസ്ബുക്കും അതും കൂടെ അങ്ങനെ പല പേരാണ് എനിക്ക് കിടക്കുന്ന ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ചങ്കുട്ടിയും നല്ല കളിയാണ്. അപ്പോൾ കാലിലെല്ലാം നിറച്ച് മണ്ണൊക്കെ പൊടിച്ച് അപ്പോൾ അത് കഴുകാമെന്ന് പറഞ്ഞ് കുറേ നേരം രണ്ടും കൂടെ ഇറങ്ങി പോണി. ഇനി ഇറങ്ങി രണ്ടും കൂടെ ഞാൻ ചവിട്ടി കടലിടും. കാരണം പുറകെ ഞാനും വരും ഗൈസ്. ഇനി പോകുന്നു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ അറിയോ എവിടെ നിന്നാണെന്നറിയാവോ? അപ്പോൾ അവിടെ വേറെ അച്ഛനും മോനൊക്കെ എല്ലാവരും കളിയാണ്. അപ്പം പിന്നെ കളിയെല്ലാം കഴിഞ്ഞ് ചങ്കുട്ടിയെ വഴക്കായിരുന്നു കടലിൽ നിന്ന് കയറാനത്തെ. പിന്നെ അവൻ്റെ തുണിയും കോണാനും ഒന്നും ഇല്ലാതെ നടന്ന് വരുന്നുണ്ട്. ഇവനെ ഇനി കരയിൽ ചെന്നിട്ട് വേണം കടിയെടുക്കാൻ. ഫുള്ളുപ്പ് വെള്ളമാണ്. അപ്പോൾ കുഞ്ഞിപ്പാറിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് തേങ്ങ എല്ലാം കൂടെ കാണിക്കുന്നത് എന്നെ ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ ഓർത്ത് അവളിരിക്കും. പിന്നെ കുഞ്ഞിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിത് ഇവിടെ കാറ്റ് വെള്ളം വന്നിരിക്കുകയാണ്. ഇപ്പം ഒരുപാട് ടൂറിന് പിള്ളേർ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരെ കണ്ടു. അപ്പോൾ നമ്മളിവിടെ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കോഫി കിട്ടി. അപ്പോൾ ഇത് മധുരം വരണം, നല്ലപോലെ ഇളക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഇനി മധുരം ഇട്ടിട്ടാണോ തന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മധുരം ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ ടേസ്റ്റ് ചെയ്താൽ ചുമ്മാ ഞാനായിട്ട് ഇളക്കി അവസാനം തേൻമരിക്ക് പോലെ ആയി. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഫിൽറ്റർ കോഫി അഡിക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എല്ലാവരെയും കുടിച്ചു. വിശാലിനും കുടിച്ചു. വിശാലിന് ഫോൺ അടക്കി വരുന്നുണ്ടായിരുന്നു. വിശാൽ അങ്ങനെ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ പാർക്കിലേക്ക്. അതിൻ്റെ തൊട്ടപ്പുറം ബീച്ചിൻ്റെ തന്നെ പാർക്കുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 3-ലോ 2-ലോ 4-ലോ ഇവിടെ എപ്പോഴും LP-യിലാണ് എന്തായാലും പഠിക്കുന്ന ടൈമിൽ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടൊരു ഏരിയയിലോട്ട് പൈസ കൊടുത്ത് പാസ് എടുത്താൽ അതൊക്കെ പുതിയ റൈഡ്സാണ് കേട്ടോ. എന്നാലും തുരുമ്പുണ്ട് ഗൈസ്. അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം കുട്ടികളുമായിട്ട് വരുന്ന വാക്കാനാണ് ഞാൻ പറഞ്ഞത്, തുരുമ്പുണ്ട്. അപ്പം മറ്റേ പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ആക്കൊരു സാധനമായിപ്പോയി കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ വരുന്ന സമയത്തൊക്കെ പുതുപുത്തനായിരുന്നു. പിന്നെ 50 രൂപയുടെ ഒരു 5 പാസ് നമ്മളെടുത്തു, അപ്പോൾ 250 രൂപ കേട്ടോ. അപ്പോൾ 5 റൈഡ്സിൽ കയറാമെന്നാണ്. അപ്പോൾ നമ്മൾ 3 പേര് ഇവത്തെ കയറി 3 പാസ് ഓൾറെഡി തീർത്തു. പിന്നെ ചങ്കുട്ടിയെ വണ്ടി എടുത്തു, പിന്നെ ചങ്കുട്ടി ഒരു പ്ലെയിനിലും കയറി കേട്ടോ. അപ്പോൾ ഇത് രസമുണ്ടായിരുന്നു. ഒത്തിരി പൊക്കത്തില്ലെങ്കിലും അത്യാവശ്യം കാർണിവലിനൊക്കെ നമ്മൾ കളിക്കുന്നതിൽ കുറച്ചൊരു ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട്. എന്തായാലും ചങ്കുട്ടിയുടെയും കൊണ്ട് കാർണിവലിന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല, അവന് പേടിയായിട്ട് പെട്ടെന്ന് നിർത്തിപ്പിച്ചു. പിന്നെ ഈ ഒരു പ്ലെയിന്, പിന്നെ ഈ പ്ലെയിനെ നമ്മൾ കോട്ടയം മാർക്കിൽ പോകുമ്പോൾ സ്ഥിരം കയറുന്നുണ്ട്. അവന് ഭയങ്കര അഭ്യാസം കാണിക്കലായിരുന്നു കേട്ടോ. കണ്ട കോല കാണിക്കുന്നുണ്ട് ഗൈസ്. ഇത് നമ്മളിപ്പോൾ പാസ് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി അത് പ്രവർത്തിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ചേച്ചിമാരാണ് കേട്ടോ നടത്തുന്നത്. പിന്നെ ഗൂഗിൾ പേ ഒന്നുമില്ല. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നോർമൽ സ്ലൈഡ്സിലൊക്കെ കയറാൻ വന്നപ്പോൾ ഇവിടെ ഒരു ചെമ്പകത്തിൽ ചോറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിലൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെമ്പകപ്പൂ ഇഷ്ടംമാതിരി പൊഴിഞ്ഞ് കിടക്കുന്നു കേട്ടോ. അപ്പം ഞാനതെടുത്തു കുറച്ച് കോല കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു റീൽസ് എടുത്തു. അപ്പോൾ അമ്മ റെഡി അതിന് അത് വല്ല പേടിക്കേണ്ട പൂവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. എൻ്റെ റീലിൽ ചെമ്പകമായിരുന്നു. പിന്നെ ഞാൻ അതവിടെ ഇട്ടിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു. പിന്നെ ചങ്കരനെ കയറ്റിയാൽ മാത്രം പോലും നമ്മളെ ചങ്കുട്ടിനെ കയറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഏട്ടത്തി കുഞ്ഞിപ്പാറിനെ അതിൽ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്ക് അതെന്ത് താറാവോ കോഴിക്കുഞ്ഞ് എന്ത് തേങ്ങയാണെന്ന് അറിയില്ല. അതിൻ്റെ മണ്ടയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആളത് എൻജോയ് ചെയ്ത് അവളുടെ ആദ്യത്തെ റൈഡാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി പള്ളാത്തിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ആ ഒരു പൊസിഷനിലാണെന്ന് തോന്നുന്നു. നമ്മൾ സ്ഥിരം കയറുന്നൊരു ബജ്ജിക്കടയുണ്ട്. അപ്പോൾ അവിടെ വണ്ടി കിട്ടുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഏട്ടൻ ചായയും ബജ്ജിയൊക്കെ മേടിക്കാൻ വരുന്നുണ്ട് ഒരു റൈസ്. നമ്മളിങ്ങനെ നിർത്തിയോണ്ട് പാവ അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ കൂടി ഓരോന്നും തരാനായിട്ട്. നല്ല അടിപൊളി ചായയും പിന്നെ ബജ്ജിയും മുളകും ഒക്കെ ആയിരുന്നു. അപ്പം മുട്ട ബജ്ജി തീർന്നു. അപ്പോൾ മുളക് ബജ്ജിൻ്റെ ശങ്കരനും അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പാറിനെ എൻ്റെ കയ്യിലായതുകൊണ്ട് അവൾ ആരെ മോളെന്ന് പറയാം, അവൾ ഫോണ് മേടിച്ച് താഴെ ഇടാൻ കടിക്കണം ചപ്പണം ഇതൊക്കെയാണ് അവൾ മീൻസ് ഈ ഭയങ്കര പരിപാടി. എൻ്റെ സ്ക്രീൻ കാണാത്ത മൊത്തമുള്ള തുപ്പലും വെള്ളവും കാര്യങ്ങളുമായിരുന്നു ഗൈസ്. പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് നീക്കിയതേ ഉള്ളൂ. അതിന് പിന്നെ ഇനി അവൾക്ക് ഇനിയും വേണം അത്രയത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അമ്മേൻ്റെ അവിടെ നിന്ന് പുറകെ നിന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ചങ്കുട്ടി അവിടെ നിന്ന് സ്റ്റിയറിങ് വട്ടം കറക്കലാണ്. അവന് ചായ വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ചൂടായതുകൊണ്ട് അവന് കൊടുക്കാൻ പറ്റില്ല. അവൻ കിടന്ന് ചായക്ക് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ദേ ബജ്ജിയൊക്കെ കടിച്ച് പറിച്ച് തിന്ന്. അപ്പോൾ ഇനി വേഗം വീട്ടിൽ ചെല്ലണം ഗൈസ്. കാരണം നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് കുറച്ച് ചെമ്മീനും ഞണ്ടൊക്കെ മേടിച്ച് അത് ചെയ്യുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് കറി വെക്കണം. കാരണം അവന്മാർ റോട്ടിലടി വാരിയിട്ട് കുറേ നേരം ആയായിരുന്നു. അപ്പോൾ ഇത് ചെമ്മീൻ നല്ലതായിരുന്നു. ചെമ്മീൻ പക്ഷേ 300 രൂപ വില. കാരണം കോട്ടയത്ത് 300 രൂപ. അപ്പം നമുക്കറിയാം, നമ്മൾ ഇതിന് മുമ്പ് 100 രൂപയ്ക്കൊക്കെ ചെമ്മീൻ മേടിച്ച് ഒത്തിരി ചെമ്മീൻ മേടിച്ചിട്ടുള്ളത് നമുക്കറിയാം. വരുമ്പോൾ നമ്മളെ പറ്റിച്ചാണ്. കാരണം ബീച്ച് സൈഡിൽ നിന്ന് മേടിക്കുന്ന വില നമുക്കറിയാമെന്നോ. അവർ കോട്ടയത്ത് ആയതുകൊണ്ടാവണമെന്നറിയില്ല, നമ്മളെ പറ്റിച്ചിട്ട് 300 രൂപയ്ക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട 100 രൂപയ്ക്ക് ചുമ്മാ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മേടിച്ചു. അതും ഒരു റോസ്റ്റ് ചെയ്തു. പിന്നെ ഞണ്ട് ഒന്നിനും കൊള്ളാത്ത ഞണ്ട് 2 പീസ് ആകാണ്ട് കൊള്ളായിരുന്നു വലിയ ചെമ്മീൻ. അതിനകത്ത് കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു, അല്ലാതെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മൊത്തം വെള്ളമായിരുന്നു. പിന്നെ അത് കുറേ തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കടിച്ച് പറിച്ച് തിന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമ്മൾ കുറിച്ച് വീട്ടിൽ വന്നു കേട്ടോ, അത് പറയാൻ പറഞ്ഞു വിട്ടുപോയി. അപ്പോൾ ഞങ്ങളിനി പോയി കിടക്കട്ടെ. കുഞ്ഞിപ്പാറിനെ ഉറക്കി കിടത്തിയേക്കാണ് ഏട്ടൻ ഞാനും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന്. ഞങ്ങളിനി വേഗം കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് കിടന്നുറങ്ങേണ്ട. ഞാൻ കഴിച്ചാൽ ഒന്നും ഇല്ല ഇതിനകത്ത്, പ്രത്യേകിച്ച് തോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ടാറ്റാ.